അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആധുനിക കാലഘട്ടത്തിൽ നിന്ന് വ്യതിരിക്തമായി ഉത്തരാധുനിക കാലഘട്ടത്തിലാണ് എല്ലാത്തരം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാഹിത്യങ്ങൾ സുലഭമാകുന്നത്. വരേണ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ സ്വാധീനങ്ങൾക്കോ പുറത്ത് എഴുതിയിരുന്ന സാഹിത്യകൃതികളിൽ നിന്നും മാറി താഴേക്കിടയിലുള്ള ആളുകൾ കൂടി ഉൾപ്പെടുത്തുക എന്നൊരു സിദ്ധാന്തമായിരുന്നു ഉത്തരാധുനിക സാഹിത്യം പ്രധാനമായും ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, മലയാള സാഹിത്യ ചരിത്രത്തിൽ ആധുനികതയുടെ ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള എഴുത്തുകൾ, ഇപ്പോൾ തകഴിയുടെ, തോട്ടിയുടെ മുഖനടക്കമുള്ള ഗ്രന്ഥങ്ങൾ ആ തരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എല്ലാതരം ആളുകളെയും ഉൾക്കൊള്ളിക്കുക എന്ന തരത്തിലേക്കുള്ള. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ മലയാള സാഹിത്യത്തിലേക്ക് പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഗോത്രവർഗങ്ങളെക്കുറിച്ചുള്ള വളരെ വിപുലമായ ഒരു രചന കടന്നു വരുന്നത്. വി ശിനിലാലിൻ്റെ ഇരു എന്ന് പറയുന്ന ഗ്രന്ഥം കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബറിൽ പ്രകാശിതമായ കാണിക്കരും വേടരും അടങ്ങുന്ന 2 ഗോത്രവർഗങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ കേന്ദ്രീകരിച്ച് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. 2023 സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്യുകയും 2023 ഡിസംബർ ആകുമ്പോഴത്തിന് 3 പതിപ്പുകൾ പിന്നിടുകയും ചെയ്ത് വളരെയധികം ബെസ്റ്റ് സെല്ലറായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഗ്രന്ഥം വാസ്തവത്തിൽ എത്രത്തോളം സമകാലിക പ്രസക്തി ആർജിക്കുന്നുണ്ട് എന്നത് നമ്മുടെ ഈ പുസ്തക ചർച്ചയുടെ പ്രധാനമായ ഒരു ഘടകം ആണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗോത്ര കവികൾ, സുകുമാരൻ ചാലികത്തെ പോലുള്ള ഗോത്ര കവികളും വേടനെ പോലെ, ഹരിദാസ് മുരളി പോലെ എന്ന യഥാർത്ഥ നാമത്തിലുള്ള വേടൻ എന്ന അപരനാമത്തിൽ ഗാനങ്ങളൊക്കെ ആലപിക്കുന്ന വേടനെ പോലുള്ള ആളുകൾ രംഗത്ത് വരികയും സമൂഹം അവരെ കൂടി കേൾക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഗോത്ര കഥകൾ എത്രത്തോളം ആളുകൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ആ പുസ്തകം 3 മാസം കൊണ്ട് 3 പതിപ്പുകൾ പിന്നിട്ട് എന്നത്. ഇതിൻ്റെ ഇരു എന്ന് പറയുന്നത്, ഇരു എന്ന പുസ്തകത്തിൽ ആദ്യം എടുത്ത സമയത്ത് തന്നെ ഇരു എന്ന പേര് ആകർഷണീയമായിരുന്നു. കാരണം നമ്മൾ ഇരുതല മൂരി എന്നൊക്കെ പറയുന്ന ഇരുവിഭാഗം 2 എന്നൊരു തരത്തിലായിരുന്നു ഇരുവിനെ കണ്ടിരുന്നത്. പക്ഷേ പുസ്തകം വായിച്ചെത്തിയപ്പോഴാണ് ഇരു എന്ന് പറയുന്നത് ഒരു കഥാപാത്രത്തിന്, ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് എന്ന് മനസ്സിലായത്. വാസ്തവത്തിൽ ഇരു എന്നൊരു ഗ്രന്ഥം രചിക്കപ്പെടുമ്പോൾ അതിലുണ്ടായിരുന്നത് വായിച്ചു മനസ്സിലാക്കുന്നിടത്തേക്ക് ഈ തിരുവനന്തപുരം ഭാഷത്തേക്ക് തിരുവനന്തപുരം എന്നാ പറയുക. അവർ നാടിനെ എന്തര എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു പ്രയോഗമാണ് അവർക്ക് സ്വാഭാവികമായി ഉണ്ടാവുക. അതിൻ്റെ ഒരു ഗോത്ര പ്രയോഗം എടുക്കുമ്പോൾ കുറച്ചുകൂടി ടഫാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ഗോത്ര കവിതകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ വിട്ടിട്ടാറില്ല. അങ്ങനെ തരത്തിലേക്കുള്ളൊരു അധ്യായമാണ് ഈ വി ശിനിലാൽ ഈ ഇരുവിലെ ഓരോ ഘട്ടങ്ങളിലും കടന്നു പോകുന്നത്. ശിനിലാൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ ഗോത്ര ആളുകളുടെ ഇടയിൽ സഞ്ചരിക്കുക ഒരു മാസങ്ങളോളം ഇടപെട്ടുകൊണ്ടാണ് ഈ ഗ്രന്ഥം എഴുതുന്നത്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ ഭാഷകൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്കായിരുന്നു. പക്ഷേ ഇതിനേക്കാട്ടിലും പ്രാകൃതമായിരുന്നു അവരുടെ മുമ്പത്തെ ഭാഷ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ തരത്തിൽ നമുക്കിപ്പോൾ ഈ മനോജ് ഗുരുവിൻ്റെ നിലം പൂത്ത മലരുകൾ എന്ന് പറഞ്ഞ ഗ്രന്ഥം, അത് ഇപ്പോൾ ഈ സംഘകാലത്തെ എഴുത്താണ്. അതും അങ്ങനത്തെ ഒരു ഭാഷയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഖസാക്കിൻ ഇതിഹാസത്തിലാണെങ്കിൽ പോലും പാലക്കാടിൻ്റെ ഈ തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള അങ്ങനത്തെ ഭാഷയൊക്കെ വരുന്നുണ്ട്. ഈ ഭാഷയുടെ ഒരു വ്യത്യാസം പോലും ഇരുവിലൂടെ ശിനിലാൽ കുറിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്രന്ഥം മലയാളത്തിൽ എത്തുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരാളും അങ്ങനെ ഒരു തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഇരു മാറി എന്നത് വളരെയധികം സന്തോഷകരമായി മാറുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഥയുടെ പശ്ചാത്തലം, ഇതിൻ്റെ അവതരണം എങ്ങനെയാണെന്ന് കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പോകുന്നു. കഥയുടെ പശ്ചാത്തലം എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ശിനിലാലിൻ്റെ കഥയാണെങ്കിലും എനിക്ക് തോന്നിയത് ഇത് ഇരുവിൻ്റെ കഥയാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഇരുവർ കഥാപാത്രമായി അവതരിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇരു എഴുതാൻ പോകുന്ന ഒരു കഥയെ പോലും ഇതിവൃത്തമാക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇതിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ പ്രധാനമായിട്ടും ഗോത്രവർഗങ്ങളെ കുറിച്ച് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഗോത്രവർഗങ്ങളിൽ ഫീൽഡ് വർക്ക് നടത്തി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീൽഡ് വർക്ക് നടത്തി കൃത്യമായ റെഫറൻസോടുകൂടെ എഴുതുന്ന ഒരു പുസ്തകം. എന്ന് വെച്ചാൽ സാധാരണ ഒരു നോവൽ ജസ്റ്റ് പഠിച്ച് അതിനെക്കുറിച്ച് ഭാവനയിൽ വിരിയുന്ന ഒരു നോവൽ എന്നുള്ളതിനേക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടെയൊക്കെ ആഴത്തിൽ പഠനം നടത്തി അവിടെ ഇങ്ങനെയാണ് എന്ന് കൃത്യമായ റെഫറൻസോടുകൂടെ തന്നെ ജസ്റ്റ് ഈ പുസ്തകം വായിച്ചാൽ ഒരു ചരിത്രത്തെ നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ പുസ്തകം
ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ അതൊരു പുതിയ കാലത്തെ ആധുനിക എഴുത്തുകളുടെ ഒരു രീതി കൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതി കൂടെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ ഈ ഇരുവിൻ്റെ ഈ നോവലിലെ ഏറ്റവും മൂല്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇതിൽ എവിടെ നിന്ന് കഥ തുടങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ തുടങ്ങിയിട്ട കാര്യം. നമ്മളിങ്ങനെ പറയുന്നതിനിടയിൽ പോലും ഉള്ളിലൂടെ പുതിയ കഥകളെ രൂപപ്പെടുത്തുകയും അവിടെ നിന്ന് മറ്റൊരു കഥകളിലേക്ക് അതിവേഗം സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മനോഹരമായൊരു സ്ട്രക്ചർ രീതിയും ഈ പുസ്തകം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മലയാളത്തിലെ പുതിയ കാല എഴുത്തുകളുടെ ഒരു പ്രത്യേകത കൂടെയാണ് ഇങ്ങനെ റെഫറൻസ് വെച്ച് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് ഇൻഡിഗോരയുടെ, അതുപോലെ തന്നെ ബെന്യാമിൻ്റെ മഞ്ഞുവെയിൽ മരണങ്ങളൊക്കെ നമുക്ക് ആ വിഷയത്തിൽ കാണാം. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് റെഫറൻസോട് കൂടെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്ന നോവലുകളെ പുതിയ കാലത്ത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വളരെ മനോഹരമായൊരു രീതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു പകർപ്പായിട്ടാണ്. കാരണം ഇപ്പോൾ പുതിയ കാലത്തെ ഒരുപാട് ശൈലി ഇപ്പോൾ പുതിയ കാലത്തെ നോവലുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ശൈലി പരിശോധിക്കുമ്പോൾ ഏകദേശം ശൈലികളൊക്കെ ഒരുപോലെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഫ്രാൻസിസ് ഇൻഡിഗോര, മഞ്ഞുവെയിൽ മരണങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരേ ഘടനയിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളതായിട്ടാണ് ഇരുവിനെയും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ആദ്യം തുടങ്ങുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് ഫിക്ഷൻ വെച്ചിട്ടാണ്. അതായത് കേളികൾ എന്നാണ് പറയുന്നത് ആ ഷോർട്ട് ഫിക്ഷന്. അപ്പോൾ അതിലൂടെ ഒരുപാട് അശ്ലീല പദപ്രയോഗങ്ങൾ കടന്നു വരുന്നുണ്ട്. മലയാളിയുടെ സാഹിത്യത്തിന്റെ പ്രത്യേകത മലയാളത്തിൽ മാത്രമല്ല, ലോകോത്തര ഇടങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ അശ്ലീലം ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ കമ്പോള താല്പര്യങ്ങളായിരിക്കാം ഇതിന് പിന്നിൽ. അത് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റില്ല, സ്വാഭാവികം. പിന്നെ ഈ ഷോർട്ട് ഫിക്ഷനിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു ഗോത്ര വിഭാഗത്തെക്കുറിച്ചാണ്. അഥവാ ഈ ഗോത്ര വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നമുക്ക് മാജിക്കൽ റിലീസൊക്കെ കാണാൻ പറ്റും. അഥവാ ഈ ഗോത്ര വിഭാഗം കാട്ടിലുള്ള മൃഗങ്ങളുമായിട്ട് സംസാരിക്കുന്ന രീതി നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ അതിലൂടെ നമുക്ക് മാജിക്കൽ റിലീസൊക്കെ എന്താക്കാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൽ ബോംബെയിലെ ഒരു വൃദ്ധനായ പ്രകൃതമുള്ള ഒരു വൃദ്ധൻ്റെ വീട്ടിൽ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ലേന നായർ എന്ന ഈ മലയാള നാമത്തിലും എലീന നിക്കോളാസ് എന്ന ഇംഗ്ലീഷ് നാമത്തിലുമുള്ള ഒരു എഴുത്തുകാരിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ലേനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ലേന നായർ എന്ന് പറയുന്നത് വ്യവഹാരമാല എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ പഴയ ലോ ആൻഡ് ഓർഡറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ കാലത്ത് ഭരണകൂടങ്ങളുടെ നിർബന്ധപ്രകാരം അതിനെ വിവർത്തനം ചെയ്ത് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് എഴുതുന്ന ഒരു വിവർത്തക എഴുത്തുകാരിയാണ്. പഴയകാലത്തെ ലോ ആൻഡ് ഓർഡർ, തിരുവിതാംകൂറിൻ്റെ ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നികൃഷ്ട സമൂഹത്തിൻ്റെ അടുത്ത് ആസനത്തോട് ഒരുമിച്ച് ഉത്കൃഷ്ട സമൂഹത്തിൻ്റെ സ്ഥലത്ത് നികൃഷ്ടരിരുന്നാൽ അവരുടെ ആസനത്തിൽ ഈയം മുക്കി ഒഴിക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് അത്രക്ക് ഒരു കഠിനമായ ഒരു നിയമം ഉള്ള വ്യവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇരിക്കുന്ന സീറ്റിലേക്ക് KR നാരായണൻ വന്നിരുന്ന അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചന്തിയിൽ ഇതാക്കണം എന്ന് പറയുന്ന പോലെ തരത്തിലുള്ള പ്രയോഗങ്ങളാണ് അതിൽ കൊടുക്കുന്നത്, സാഹിത്യത്തിൽ കൊടുക്കുന്നത്, നോവലിൽ കൊടുക്കുന്നത്. ഇത്രത്തോളം ഉള്ള ഒരു വ്യവഹാരമാലയെ വിവർത്തനം ചെയ്ത് ഇതൊരു പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പുതിയ കാലത്തെ ഗവൺമെൻറ്റിനോടുള്ള ഒരു അമർശം കൂടി ശിനിലാൽ ഈ ഒരു സാഹിത്യ കൃതിയിലൂടെ അത് സൂചിപ്പിക്കുന്നവരാണ്. ലേന എന്ന് പറയുന്ന അങ്ങനെ ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ ഈ ലേന ഈ ഇരു എന്ന് പറയുന്ന ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള ഒരു എഴുത്തുകാരുമായി നടത്തുന്ന സംഭാഷണങ്ങൾ, സോഷ്യൽ മീഡിയ സംഭാഷണങ്ങളാണ് ഈ കഥയുടെ പശ്ചാത്തലമായിട്ട് കടന്നു വരുന്നത്. അതിലൂടെയാണ് ഇരുവിൻ്റെ അനുഭവങ്ങളൊക്കെ പറയുന്നത് കൂടി. ഇപ്പോൾ ഈ ലേനയുടെ സന്ദർഭം പറഞ്ഞ സമയത്ത് ലേനയുടെ മാതാപിതാക്കളുടെ കഥ പറയുന്നുണ്ട്. അതിലൂടെ ശിനിലാൽ അതിൻ്റെ ഒരു അസ്തിത്വം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ലേനയുടെ എഴുത്തുകാരിയാകുമ്പോൾ ലേനയുടെ അച്ഛൻ ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം വിശന്ന് പട്ടിണി അടയ്ക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, ഒരു വേശ്യയായ ഒരു സ്ത്രീ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുക്ക് വന്നിട്ട് അടുത്തിന് ഭക്ഷണം കൊടുക്കുകയും ഒടുവിൽ അവളോട് ഒരു പ്രണയം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേര് സോണിയ മൽദലോനാണെന്ന്. സോണിയ മൽദലോൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയിലാണ് വായിച്ചത്. റാസ്കൽനിക്കോവ് എന്ന കള്ളൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറായ ഒരു വേശ്യയുടെ കഥ. ആ ഒരു ചരിത്രത്തിലൂടെ ദസ്തയേവ്സ്കി എഴുതിയ പോലെ നിന്ദിതരെയും പീഡിതരെയും എഴുതാനാണ് ശിനിലാൽ ശ്രമിക്കുന്നത് എന്നൊരു സൂചന കൂടി ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഈ ശിരുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഈ കഥയുടെ പ്രധാനപ്പെട്ട ഏറ്റവും എന്നെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം ഈ നമ്മൾ പറഞ്ഞല്ലോ ഇവരുമായുള്ള ബന്ധം, ഈ ഇരുവും അതുപോലെ തന്നെ നമ്മുടെ ലയനയും തമ്മിലുള്ള ബന്ധം, അവരുടെ സൗഹൃദത്തിൻ്റെ ഫലമായിട്ട് അവരുടെ രണ്ടുപേരും എഴുത്തുകാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇരു നല്ല ഒരു ബുക്കർ പ്രൈസൊക്കെ കിട്ടി അറിയപ്പെട്ട എഴുത്തുകാരനാണ്. അപ്പോൾ ഇരു താൻ എഴുതാൻ പോകുന്ന വേടൻതൊടി എന്ന് പറയുന്ന ഒരു നോവലിനെ കുറിച്ച് പറയുന്നുണ്ട്.
ആ സന്ദർഭത്തിൽ അതിൽ വളരെ രസകരമായിട്ട് ഒരുപാട് ഏരിയകൾ പറയുന്നുണ്ട്. എനിക്കിങ്ങനെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം. അപ്പോൾ ഇവർ ഇതിലെ ലബ്ബ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതെ, ഒരു സൂഫിയായ കഥാപാത്രത്തെ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം അയാളെ പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് എപ്പോഴും ഇങ്ങനെ അൽഹംദുലില്ലാ എന്നിങ്ങനെ പറഞ്ഞ് ഒരു ഇസ്ലാമിക് ഒരു സൂഫിയുടെ പല ഭാഗങ്ങളും അദ്ദേഹത്തിന് വളരെ തെളിഞ്ഞു വരക്കാൻ കഴിയുന്നുണ്ട്. അതെ അതെ, നിസ്കാരത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് എനിക്ക് നിസ്കരിക്കണം, അപ്പോൾ തീണ്ടാരിപ്പുണ്ട് എന്നാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ വരുന്ന അതൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ലബ്ബ എന്ന് പറയുന്ന ആൾ ഒരു സൂഫിയായ യാത്രികനായിരുന്നു. അപ്പോൾ അയാൾ കാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ മേടൻ അല്ലേ, മാടൻ എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഭയത്തിൻ്റെ പ്രതീകമായിട്ടാണല്ലോ നമ്മളിതിൽ വരച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആരെയും പിടിച്ച് തിന്നുന്ന കാട്ടിൽ വരുന്ന ആൾ, കാട് എന്ന് പറഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്ന ഭയത്തിൻ്റെ പ്രതീകമാണല്ലോ. അപ്പോൾ എന്തായാലും ഈ മേടനുമായിട്ട് സംസാരിക്കുമ്പോൾ മേടന് അദ്ദേഹത്തെ വരുമ്പോൾ അദ്ദേഹം എന്താവുന്നുണ്ട്, അദ്ദേഹത്തോട് ആക്രമിക്കില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഈ സൂഫി കിടക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സൂഫി ഇങ്ങനെ സൂഫിയുടേതായ പ്രകൃതം രൂപപ്പെടുത്തുന്നത് അവിടെ നിന്നാണ്. എന്ന് വെച്ചാൽ അയാൾ ഒരു കൂസലില്ലാതെ ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം. എന്തായാലും അതിനുശേഷം വളരെ ഈ മാടന് നൽകുന്ന ഈ നമ്മുടെ സൂഫിക്ക് നൽകുന്ന ആരോഗ്യപ്പച്ച എന്ന് പറയുന്ന ഒരു ചെടി അല്ലെങ്കിൽ ആ സസ്യം, അതിനൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണ്, വിശപ്പില്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ ലയനയുടെ പശ്ചാത്തലം പറഞ്ഞപ്പോൾ വിശപ്പിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ലയനയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനാണ്. പക്ഷെ ആ എഴുത്തുകാരൻ കല്യാണം കഴിക്കുന്നത് വേശ്യയാണെന്ന് പറയുമ്പോഴും, എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുത്ത ആളെ ആരാണെങ്കിൽ പോലും അവരോടുള്ള സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ബന്ധമാണ്. ഇവിടെയും കാണാം ഈ ആരോഗ്യപ്പച്ച കഴിച്ചാൽ എന്ത് ചെയ്യുന്നില്ല, വിശക്കുന്നില്ല എന്ന്. പിന്നെ അവിടെ വരുന്ന ആദിവാസി വിഭാഗം എന്താണ് കാണിക്കർ, കാണിക്കർ വിഭാഗം വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂഫിയോട് എവിടുന്ന് കിട്ടി കടുവയെ ആരോഗ്യപ്പച്ചേ നിങ്ങൾക്കിത് എപ്പത് തിരിയാതെ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അപ്പോൾ കല്ലുമാടൻ ചൊന്തിത്തണ്ടത്, അതെ, ആ പറയുന്ന ഘട്ടത്തിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ഒരാളോട് എങ്ങനെയാണ് ഇവർ പെരുമാറുക എന്നുള്ളത് തന്നെ പ്രധാനമാണ്. അത്രയും രോഷത്തോടെ പെരുമാറുന്ന ഇവർ ഈ മൂപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ ആരോഗ്യപ്പച്ച കിട്ടിയ ആളാണെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയും വെറുക്കപ്പെടേണ്ട അല്ലെങ്കിൽ വിമർശിക്കപ്പെടേണ്ട ഒരാളോട് പോലും വിശപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്ന ഒരു കാര്യമാണ്. ഇയാൾക്ക് ഇനി വിശക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ ദൈവമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ മൂപ്പൻ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് ഈ CV രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ഇതിലേക്ക് കടന്നു വരുന്നത്. അഥവാ ഈ വേലുക്കുറുപ്പിൻ്റെ സൈന്യത്തെ പേടിച്ചുകൊണ്ട് സ്വയരക്ഷാർത്ഥം കാട്ടിലേക്ക് ഒളിച്ചോടുകയാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ അവിടെ വെച്ച് ഈ ലബ്ബയെ കണ്ടുമുട്ടുകയും ആ ഗോത്രത്തെ കണ്ടുമുട്ടുകയും പിന്നീട് അവിടെ അപ്പി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അഥവാ ഈ 3 കല്ലുകളൊക്കെ കൂടി ചേർന്നിട്ട് അടുപ്പിൻ്റെ ആകൃതിയിലുള്ള ചെറിയൊരു പൊത്ത്. അപ്പോൾ അവിടെയാണ് ഈ ലബ്ബയെ ഈ ഗോത്ര വിഭാഗക്കാർ പാർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലം ഈ മാർത്താണ്ഡവർമ്മയെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ലബ്ബ കൊടുക്കുകയാണ്, മാർത്താണ്ഡവർമ്മക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് കൃത്യമായ റെസ്ട്രിക്ഷനോട് കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഇവർ ഈ മാർത്താണ്ഡവർമ്മയെ സ്വീകരിക്കുന്നത് തന്നെ അദ്ദേഹം രാജാവാണെന്ന് അറിയുമ്പോഴാണ്. അങ്ങനെയാണ് ഈ ലബ്ബ് എന്ന് പറയുന്ന അവർ വളരെ മഹത്തായിട്ട് കാണുന്ന. ഇപ്പോൾ നോവലിസ്റ്റ് ഇതിൽ ഈ അപ്പിനെ മഹത്വവൽക്കരിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്തിൻ്റെ TV പത്മനാഭൻ സ്വാമി കാട്ടിൽ വന്ന സമയത്ത് താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത്തരത്തിൽ മാർത്താണ്ഡവർമ്മയെ ആ അപ്പിൽ പാർപ്പിച്ചുകൊണ്ട് ആ കാട്ടിൽ വെച്ചുകൊണ്ട് ഈ ലബ്ബുമായിട്ട് വളരെയധികം സൗഹൃദബന്ധം സ്ഥാപിക്കുകയാണ് ഈ മാർത്താണ്ഡവർമ്മ. ഇപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ, ഇപ്പോൾ CV രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിൽ ഒരു ഇടവേള വരുന്നുണ്ട്. ഇപ്പോൾ ഈ വേളുകുറുപ്പിൻ്റെ പിന്നെ ഭയന്നുകൊണ്ട് മാർത്താണ്ഡവർമ്മ കാട്ടിലേക്ക് ഒളിക്കുന്ന സന്ദർഭത്തിൽ 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മാർത്താണ്ഡവർമ്മ അടുത്ത അധ്യായം CV രാമപിള്ള തുടങ്ങുന്നത്. ഈ ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഈ മാർത്താണ്ഡവർമ്മയുടെ ഈ ഗോത്രവർഗത്തിൻ്റെ കഥ ശിനിലാൽ എഴുതാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മാർത്താണ്ഡവർമ്മൻ്റെ ഇത് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഈ അവിടെയുള്ളൊരു വിട്ടിയാൻ എന്ന് പറഞ്ഞൊരു പിന്നെ ഗോത്രവർഗ്ഗക്കാരൻ, കാണിക്കനായ ചെറുപ്പക്കാരൻ മാർത്താണ്ഡവർമ്മയുടെ അമ്പെയ്ത്ത് പരിശീലിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് മാർത്താണ്ഡവർമ്മയെ ശരീരത്തിൽ തൊട്ട സമയത്ത് മാർത്താണ്ഡവർമ്മയുടെ കയ്യിൽ നിന്ന് അയാൾ പെട്ടെന്ന് കൈയെടുക്കും. മാർത്താണ്ഡവർമ്മ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞാൻ രാജാവാനുള്ള ഇതിലും ഇപ്പം നിങ്ങളുടെ കൂടെ അല്ലേ നിൽക്കണേ, എന്നെ തൊടുന്ന പ്രശ്നമില്ല പറയുമ്പോൾ വിട്ടിയാൻ പറയും, വരത്തിനെ തൊടக்கூടാതെ, വരത്തിനെ തൊട്ടാൽ ഞങ്ങൾക്ക് അത് ആരോഗ്യത്തിന് മോശം എന്ന് പറഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മ കരുതിയിട്ടുണ്ടാവും ഇത് എന്നെ തൊട്ടതിന് കൊണ്ട് ഇത് ഒരു അയിത്തമാവണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷെ അതല്ല, അത് അവർക്ക് മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ സംഭവം വലിയ സംഭവം എന്നല്ല. അവർക്ക് പത്മനാഭസഭയുടെ പിന്നെ കടാശം ഇരിക്കും ഇന്ത രാജാവുക്ക് എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അവർക്ക് അവരുടേതായ റെസ്ട്രിക്ഷൻസ് കൈതിട്ടേ രാജാവുള്ളൂ എന്ന് പുറത്തുനിന്ന് അങ്ങനത്തെ ഒരു രൂപപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട്.
പിന്നെ ഈ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തന്നെ ഇവർ നാട്ടുകാരുമായിട്ട് ഈ നമ്മളെ തമ്പികളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ വേടന്മാരെന്ന് പറഞ്ഞ ആളുകളെ ഇവരുടെ സിസ്റ്റത്തെ തന്നെ മാറ്റുന്ന രൂപത്തിലേക്ക് വരുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഈ വേടന്മാരെ പിടിച്ചു കൊണ്ടുപോവുകയും ഇങ്ങനെ തമ്പികളുടെ അടുത്തേക്കൊക്കെ എത്തുന്നൊരു ഘട്ടം ലബ്ബ ചെല്ലുന്നത് പിന്നെ വേടന്മാരുടെ അടുത്തേക്കാണ്. രണ്ടാമത്തെ യാത്ര അദ്ദേഹം ഈ സൂഫി യാത്രകൾക്ക് പിന്നെ വേടന്മാരൊക്കെ അടുത്തെത്തുന്നു. തമ്പി ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന തമ്പിയെ കാണുന്നു. അവിടെ വെച്ചിട്ട് വേടന്മാരോടുള്ള സമ്പർക്കം നടത്തുന്നത് ചെയ്യുന്നുണ്ട്. വേടന്മാർ ശരിക്കും ഈ ഒരു വേടനാണ്. അവിടെയാണ് കഥയുടെ ഏറ്റവും കൂടുതൽ കാണിക്കരയും വേടന്മാരെയും കൊടുക്കുന്നില്ല. വേടന്മാരെയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ തരത്തിലേക്കുള്ള വായനകളാണ് കൂടുതൽ പോകുന്നത്. വേടന്മാരെ ചിത്രീകരിച്ച് അവരുടെ ഒരു തമ്പി കുടുംബത്തിന് അവരുടെ കീഴിലുണ്ടായിരുന്ന വേടന്മാരെ ഇങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട്. അതിലൊരു ചെറിയ ഒരു പട്ടിക കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പുസ്തകത്തിന് അതിനൊരു ശൃംഖല കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു നുഖമെടുത്ത് കാളയെ കർഷകത്തിന് കൊണ്ടു നിർത്തുന്ന സമയത്ത് കാള തളർന്നു കിടത്തുന്ന സമയത്ത് ആ നുഖമെടുത്ത് നീ വെക്ക് എന്ന് പറയുന്നുണ്ട്. അവിടെ ഇതിൽ പറയുന്നത് അത്രത്തിൽ എഴുതുന്ന ഒരു സാഹിത്യകൃതിയായിട്ട് ഇത് മാറുന്നുണ്ട്. ഇത് അവസാനം എത്തിച്ചേരുന്നത് പോലും ഒരു ഈ ലയനയും പിന്നെ ഇരുവിൻ്റെ സമ്പർക്കം കൂടി അതിൽ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് ഈ നിരന്തരമായ സംഭാഷണങ്ങൾക്ക് ശേഷം ഈ ലയന നായരും ഇരുവും റിയലായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കനകക്കുന്നിൽ വെച്ച് നടക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ഈ ഒരു വോയിസ് ഓഫ് അബോർജിൻ എന്നൊരു ടോപ്പിക്കിൽ MT-യുടെയും അതുപോലെ തന്നെ അരുന്ധതി റോയുടെയൊക്കെ ഇപ്പോൾ ഒരു ഗസ്റ്റ് ഡോക്കായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ ഈ ലയന നായരെ റിയലായിട്ട് ഇരു മീറ്റ് ചെയ്യണത്. കനകക്കുന്നിൽ വെച്ച് നടന്നൊരു സാഹിത്യ സംഗമത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇരു എന്ന് പറയുന്ന എഴുത്തുകാരൻ ഗസ്റ്റ് ആണല്ലോ. MT വാസുദേവനൊക്കെ പങ്കെടുക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇരുവുമായി നടത്തുന്ന ഇൻ്റർവ്യൂ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു അറിയപ്പെട്ട എഴുത്തുകാരനാണ്, ലണ്ടൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു എഴുത്തുകാരനാണെന്ന് പറയുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ബഹുഭാഷാ പണ്ഡിതനൊക്കെ അങ്ങ് വീണ്ടും എന്തിനാണ് ഗോത്രഭാഷയിലേക്ക് എഴുതി തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അസ്തിത്വമാണ്, എൻ്റെ ഭാഷയാണ്. ഇപ്പോൾ നമ്മുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര സമരം നടക്കുന്ന സമയത്ത് ഇരുവിൻ്റെ മറുപടി വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലാസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു ഘടന ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു അഭിമുഖം. ഈ അഭിമുഖം അവിടെ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് അബോറിജിൻസ് എന്ന് പറഞ്ഞ സാധനത്തിന് അഭിമുഖം ഇതിൽ ലോവൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ശേഷം ഇവർ ഈ ലയനയും ഇരുവും കൂടി ചേർന്നിട്ട് ഒരു നിവേദനം പിണറായി വിജയൻ സർക്കാരിന് അയച്ചു കൊടുക്കുന്നത്. അത് ഭയങ്കര ഇപ്പോഴത്തെ സമകാലിക വായനയിൽ മുൻപ് വിഷയം അങ്ങനത്തെ ഇതിലേക്ക് ഞങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെടുകയാണ്, ഞങ്ങളുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഭൂമി മറ്റാരൊക്കെയോ കയ്യേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് അത് തിരിച്ചു കിട്ടണമെന്ന് പറയുന്ന നിവേദനമാണ് ശരിക്കും അത്. പിണറായി വിജയനെ ഉൾക്കൊടുത്തി തന്നെ ഒരു പ്രധാനമാണ്. കാരണം ഒരു 100 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പഴയ കാലത്തെ വായിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ഇതുണ്ട്. ഇപ്പോൾ ചരിത്രത്തെയാണ് എഴുതി കൊടുക്കുന്നത്, ഈ കാലത്തെ ചരിത്രവും ഉൾക്കൊള്ളുന്നു എന്നൊരു പ്രധാനമുണ്ട്. അത്തരത്തിലുള്ളൊരു ഗോത്ര രചന നടത്താൻ ശരിയാൾ സാധിച്ചു എന്നത് വളരെയധികം പ്രശംസനീയമാണ്. കാരണം നമുക്ക് സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ എഴുത്തുകൾ വളരെ കുറവാണ്. ഇപ്പോൾ TS എലൈറ്റൊക്കെ പറയാറുണ്ട്, നമ്മൾ തുടങ്ങി എന്ന് പറയുന്നിടത്തൊക്കെ ഒടുക്കമായിരിക്കുമെന്ന്. കാരണം നമ്മൾ ഗോത്ര പാരമ്പര്യങ്ങളൊക്കെ അവസാനിക്കുന്നിടത്താണ് അവരെക്കുറിച്ചുള്ള പഠനങ്ങളും അവരെക്കുറിച്ചുള്ള ചർച്ചകളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഒരു ഗോത്ര കവി നമുക്ക് സുലഭമായിട്ട് മുഖ്യധാരയിലേക്ക് എത്തുന്നത് കൂടി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ വായനകളിൽ ഇനിയും ഗോത്ര സാഹിത്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നല്ല അവതരണമായിട്ടുണ്ട്. ഏതായാലും ഗോത്ര പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനിലാലിൻ്റെ ഈ ഒരു പുസ്തകത്തെ നിങ്ങൾ നോക്കിക്കാണാനായിട്ട് കൂടുതൽ ശ്രമിച്ചതെന്ന് മനസ്സിലാവും. ഇതിനകത്ത് മനുഷ്യരുടെ ഒരു ചരിത്രം അല്ലെ, മനുഷ്യരുടെ ചരിത്രം എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആരുടെ ചരിത്രമാണ് മനുഷ്യരുടെ ചരിത്രം? അപ്പോൾ അതിലേക്ക് ഓരോരുത്തർ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വരുന്നതിനെക്കുറിച്ചാണ് ശനിലാലും അതിൻ്റെ ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നിടത്തും ഈ എഴുത്തുകാർക്ക് ആണല്ലോ ഇതിൻ്റെ ഉത്തരവാദിത്വം. മനുഷ്യരുടെ ചരിത്രം ഇല്ലാതെ പോയത് ആരുടെ കുറ്റമാണ്? അത് എഴുതപ്പെടാത്തതുകൊണ്ടുള്ളൊരു കുറ്റമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ ഇതിനകത്ത് ഒരിടത്ത് പറയുന്നുണ്ട് എഴുത്തുകാരൻ ഒരു വേശ്യയെ കല്യാണം കഴിച്ചു എന്ന്. അതിന് നിങ്ങൾ ആ പരാമർശത്തെ എങ്ങനെയാണ് നിരീക്ഷിച്ചത്? നമ്മുടെ വേശ്യയെ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു അമ്മയായി പരിഗണിച്ചത് ബഷീറാന്ന് പറയാറുണ്ട്. പാവപ്പെട്ടവരുടെ വേശ്യ. നമ്മുടെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാർക്ക് എല്ലാവരും ഇപ്പം എഴുത്തുകാരൻ്റെതായ ഒരു ഭാഷയുണ്ടല്ലോ, അതെല്ലാവരും ഉൾക്കൊള്ളുന്ന തരത്തിലെ ഭാഷ. നമ്മൾ നേരത്തെ ദസ്തയേവ്സ്കിയെ സൂചിപ്പിച്ചു. ദസ്തയേവ്സ്കി നമുക്ക് അത്രയ്ക്ക് ശ്രദ്ധേയനാവുന്നത് അദ്ദേഹം നിന്ദിതരെയും പീഡിതരെയും കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. അദ്ദേഹം കുറ്റം ചെയ്തവരെയും ശിക്ഷിക്കപ്പെടുന്നവർക്കും വേണ്ടി സംസാരിച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള ആളുകളെ കാണുക, കേൾക്കുക എന്നതായിരിക്കും ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. എഴുത്തുകാരൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ എല്ലായിടത്തേക്കും ഇപ്പോൾ തന്നെ അത് ഈ അഭിമുഖത്തിൽ പറയുന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഒരുപാട് കാലം എൻ്റെ ശരീരം വെളുത്ത മുഖവും കറുത്ത ഉടലുമായിരുന്നു. അത് ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റി. എനിക്ക് അസ്തിത്വം ഇഷ്ടമല്ലായിരുന്നു.
പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ഭാഷയാണ് ആദിമ ഭാഷ, ഞങ്ങളുടെ വേടന്മാരുടെ ഭാഷയാണ് സമൂഹത്തിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അതാണ് യഥാർത്ഥം. അതിൽ കാപട്യങ്ങളില്ല, മറ്റെല്ലാം കാപട്യങ്ങളാണ്. അത് നിങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന ഭാഷയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പിന്നൊരു ബോധോദയത്തിലേക്ക് വരികയാണ്. എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ ഇങ്ങനത്തെ ഗോത്രകാര്യം അടിച്ചമർത്തപ്പെട്ടവരെ, അപരവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ബോധ്യം എന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ എഴുത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നവരാണ് എഴുത്തുകാരൻ എന്നർത്ഥത്തിലാണ് ആ പ്രയോഗം എന്നാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത്. മാറ്റി നിർത്തപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരെയും കൂടി ശ്രദ്ധ ആകർഷിച്ച ഭരണകൂടം അവരെയും കൂടി ശ്രദ്ധിക്കണം എന്നൊരു സംഭവത്തിലേക്കാണ്. പണ്ട് ഞാൻ പ്രാഥമികമായി സൂചിപ്പിച്ചിരുന്നു, ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല എഴുത്തുകളുണ്ടായിരുന്നത്. ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതാണ്. ഉത്തരാധുനികത, ഇപ്പോൾ ലിയോട്ടാർഡൊക്കെ പറയുന്ന പോലെ ഉത്തരാധുനികയുടെ ഞാൻ ചോദിച്ചത് ഈ പോയിന്റ് ക്ലിയർ ആണ്. ഞാൻ ചോദിച്ചത് എഴുത്തുകാരെന്തോ ഒരു ഉത്തരവാദിത്വം ചെയ്യാത്തവരാണ് എന്ന അർത്ഥത്തിലാണോ? അല്ല, ഉത്തരവാദിത്വം ചെയ്യാത്തവരെന്നല്ല, പിന്നെ പലപ്പോഴും അവരുടെ കണ്ണിൽ പെടുന്നില്ല, ശ്രദ്ധയിൽ പെടുന്നില്ല ഇത്തരം ആളുകൾ എന്നൊരു. ഈ സ്വത്വരാഷ്ട്രീയം ഉണ്ടല്ലോ, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, ഈ നോവലിൻ്റെ പശ്ചാത്തലത്തിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുമായിട്ട് ഇതിനെങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോത്രവർഗ്ഗങ്ങൾ ഒരു ഭാഷയെ, ഒരു ഗോത്രവർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായ ഭാഷയുണ്ടാകും, അവരുടേതായ സംസ്കാരങ്ങൾ, കല എല്ലാം ഉണ്ടാകും. ഇത് ഈ പുതിയ കാലത്തേക്ക് ഇപ്പോൾ ഇരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായി അവരുടെ കൂട്ടത്തിൽ ബിരുദെടുത്ത ആളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരിൽ നിന്നിടെ മാറ്റത്തെ സൃഷ്ടിക്കുക. ഞാൻ നേരത്തോടെ സൂചിപ്പിച്ചു, അവരുടേതായ സിസ്റ്റങ്ങൾ, അവർക്ക് പിന്നെ ഗോത്രവർഗ്ഗങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു ചിട്ടയുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്കൊരു പക്ഷേ നമ്മൾ അവരെ അടുത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ അവർക്ക് മാറ്റങ്ങൾക്ക് സാധ്യമാകുന്നില്ല. നമ്മുടെ ഒരു സ്ട്രക്ചർ നമുക്ക് അവരുടെ പോലെ അഭിനയിക്കാനോ സാധനം കഴിയുന്നില്ല. അവർക്ക് നമ്മുടെ രീതിയെ അനുസരിക്കാനോ നമ്മുടെ കലയെ ഉൾക്കൊള്ളാനല്ല, അതിനെ സ്വീകരിച്ചു പോകാൻ കഴിയുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയം അവരെപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. അവരുടെ ഭരണവ്യവസ്ഥയിലും അവരുടെ പിന്നെ ജീവിത രീതിയിലും അവരിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ, ലബ്ബ കടന്നു വരുമ്പോൾ സ്വീകരിക്കുന്നത് ആരോഗ്യപ്പച്ച മാത്രം, പിന്നെ കാണാപ്പാടം ആരോഗ്യപ്പച്ച എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണ്. ഈ മാർത്താണ്ഡവർമ്മയെ സ്വീകരിച്ചതന്നെ അദ്ദേഹം ഒരു രാജാവാണ്. അതെ അതെ. അപ്പം ഈ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരോട് ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളൊരു. അപ്പോൾ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിന് എഴുത്തുകാരൻ എതിരാണെന്നാണ് അല്ലേ അതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാകുന്നൊരു സംഗതി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് അർത്ഥം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇതിലല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗോത്രവർഗ്ഗങ്ങളെ സാഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളതിനെ കാണാതെ പോകുന്നുള്ളതാണ്. ഇങ്ങനത്തെ ആളുകളെ നമുക്ക് ഇപ്പോഴാണ് മലയാളത്തിൽ ശരിക്കും ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്കൊരു കൃതി ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പുതിയ കാലത്ത് അസ്തിത്വം എന്ന് പറയുന്ന സ്വത്വം എന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾക്ക് എല്ലാവരുടെയും കൾച്ചർ ഒരുപോലെയാണ്. നാട്ടിലുള്ള ആളുടെയും സമൂഹത്തിലെ തീരപ്രദേശത്തുകാരുടെയും ഇടനാടുകാരുടെയും മലനാടുകളുടെയും എല്ലാവരുടെയും കൾച്ചർ ഒറ്റ കൾച്ചർ ആവുകയാണ്. നമ്മൾ ടെക്നോളജിക്കൽ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം എല്ലാവരുടെയും കൾച്ചർ ഒരുപോലെയാണ്. സ്വത്വം എന്ന് പറയുന്നത് ഒന്നായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് നമ്മൾ തോന്നുന്നു. ഓക്കെ, നല്ല ഉദാഹരണം. അതിൻ്റെ അകത്ത് നിങ്ങൾ പരാമർശിക്കാതെ പോയ ഒരു എലമെൻറ്റ്, കുറേ എലമെൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ എഴുത്തുകാർ പ്രമേയമാകുന്ന നോവലുകൾ, ഗ്രന്ഥപുരമൊക്കെ, സൂസനയുടെ ഗ്രന്ഥപുര, അവരെലമെൻറ്റിലേക്കും കൂടി കടന്നാൽ ഗംഭീരമായി. കാരണം ഇതിൻ്റെ അകത്ത് കുറേ എഴുത്തുകാർ വരുന്നുണ്ട്, എഴുത്തൊരു പ്രശ്നമായി വരുന്നുണ്ട്, അതൊരു സാധ്യതയായി വരുന്നുണ്ട്, ഇങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു നിബിൻ.